നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 2 അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. സാംസ്കാരിക നഗരിയിൽ നിന്നും വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങ്. തൃശൂരിലെ 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയോട്ടും നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 2 അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പും തുടരുന്നതിനാൽ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് 2 ജില്ലയിലെ അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICS സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. സാംസ്കാരിക നഗരിയിൽ നിന്നും വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങ്. തൃശൂരിലെ 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ദുരന്തഭൂമിയിൽ നിന്നും ജീവന്റെ തുടിപ്പുകളുമായി ശരവേഗത്തിൽ പായണം. സാംസ്കാരിക നഗരിയിൽ നിന്നും 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി തൃശൂരിലെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയ 10 ആംബുലൻസുകളാണ് ഇന്നലെ ഓഗസ്റ്റ് 1 വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. രക്ഷാദൌത്യത്തിനായി ഓരോ ആംബുലൻസിലും 2 വീതം ഡ്രൈവർമാരുടെ സേവനവും ഫ്രീസർ, ജനറേറ്റർ എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വയനാട്ടിലേക്ക് യാത്രയാക്കി. ചടങ്ങിൽ തൃശൂരിലെ പൂരപ്രേമി സംഘം ഭാരവാഹികൾ ആംബുലൻസ് ഡ്രൈവർമാർക്ക് യാത്രാ ചെലവിനായി 10,000 രൂപ കൈമാറി. ADMT മുരളി, കളക്ഷൻ സെന്റർ നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ രോഹിത് നന്ദകുമാർ, ആംബുലൻസ് ഡ്രൈവർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിലെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും സമാഹരിച്ച വിവിധ സാധനങ്ങളുമായി 6 വാഹനങ്ങളും വയനാട്ടിലേക്ക് പോയിരുന്നു. ജില്ലാ ഭരണകൂടം, ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിൽ നിന്നും ഫോറൻസിക് സർജൻമാരും അടങ്ങുന്ന സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ കീഴിലുള്ള 50 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെയും വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നിലവിൽ മണ്ഡലത്തിലെ ഇരിഞ്ഞാലക്കുട നഗരസഭ, കാട്ടൂർ, കാർളം, ആളൂർ എന്നീ പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പൊതുജന കൂട്ടായ്മയിലൂടെ ഈ സാഹചര്യത്തെ നേരിടണമെന്നും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകളിലെ തലവന്മാർ ബന്ധപ്പെട്ട വകുപ്പ് പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യോഗം ചേരാത്തിടത്ത് എത്രയും പെട്ടെന്ന് തന്നെ യോഗം ചേരണമെന്നും അടിയന്തര ഘട്ടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നും ആവശ്യമെങ്കിൽ അനൗൺസ്മെന്റ് അടക്കം നടത്തണമെന്നും ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും ഷട്ടറുകൾ വന്നടിയുന്ന മരങ്ങൾ എത്രയും വേഗം തന്നെ നീക്കം ചെയ്തതിന് ഇറിഗേഷൻ വകുപ്പ് പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും എല്ലാ വകുപ്പുകളും തമ്മിൽ ഏകോപിപ്പിച്ച് പ്രവർത്തനം നടത്തണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയോട്ടും നടന്നു. രാവിലെ 5 മണിക്ക് കരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടന്നു. എറണാകുളം ശിവകുമാർ, കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ, വേണാറ്റുമുറ്റം ശ്രീകുമാർ, മാവേലിക്കര ഗണപതി, പാക്കത്ത് ശ്രീകുട്ടൻ, കൊളക്കാടൻ ഗണപതി, അയ്യപ്പത്ത് ബാലകൃഷ്ണൻ, വെള്ളംകുളം നാരായണൻ, കൊടുമൺ ശിവശങ്കരൻ, ബ്രഹ്മണി വീട്ടിൽ ശിവശങ്കരൻ തുടങ്ങിയ ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. പരിപാടിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ P. ബിന്ദു,
പ്രേംരാജ് ചൂണ്ടലത്ത്, സെക്രട്ടറി സുനിൽ കുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ മനോജ് കുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി ബിജു കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ തൃശൂർ ഗ്രൂപ്പ് ഷീജ, ദേവസ്വം മാനേജർ സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. താന്യം പഞ്ചായത്തിലെ 9, 10 വാർഡുകളിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കിഴുപ്പള്ളിക്കര നളന്ദ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ഡാമുകൾ തുറന്ന സാഹചര്യത്തിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. നിലവിൽ 20 കുടുംബങ്ങളിൽ 53 അംഗങ്ങളാണ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ 28 പുരുഷന്മാരും 25 സ്ത്രീകളുമാണുള്ളത്. 18 വയസ്സിന് താഴെയായി 12 കുട്ടികളും 60 വയസ്സിന് മുകളിലായി 12 പേരും, ഇതിൽ 5 പുരുഷന്മാരും 7 സ്ത്രീകളും 2 പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുന്നവരുമുണ്ടെന്നും മരുന്നും മറ്റ് അവശ്യ വസ്തുക്കളും ആവശ്യമായി വന്നാൽ ഡോക്ടറുടെ സേവനവും ലഭ്യമാണെന്ന് വാർഡ് മെമ്പർ CL ജോയ് അറിയിച്ചു. ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ, ഹെൽത്ത് ജീവനക്കാർ, സ്കൂൾ അധികൃതർ എന്നിവരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാണ്. കിഴുപ്പള്ളിക്കര നളന്ദ ഗവൺമെൻറ് സ്കൂളിലെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 8-ാം വാർഡിലെയും 9-ാം വാർഡിലെയും വീട്ടുകാരാണ് താമസിക്കുന്നത്. 2-3 ദിവസമായി ഈ 8-9 വാർഡിൻ്റെ പുഴയോര മേഖലകളിൽ വെള്ളം ക്രമാതീതമായി ഉയർന്ന് വീടുകളിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് മുതൽ ആളുകളെ നമ്മൾ ഒഴിപ്പിച്ച് ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടുവന്നു. ഇപ്പോൾ 11 വീട്ടുകാരാണ് ഇന്നലെ രാത്രി വരെ വന്നിരുന്നത്. ഇന്ന് നേരം പുലർന്നപ്പോൾ ഒരു 3 വീട്ടുകാർ കൂടി വന്നിട്ടുണ്ട്. ഒരു 8-9 വീട്ടുകാരെ നമ്മൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ 4-5 പേരെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ അവരവിടെ പാക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഉയർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നലെ മഴ തോർന്നെങ്കിലും പുഴയിലൂടെ മലവെള്ളം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ 1.5 അടിക്ക് ഏകദേശം വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ നില തുടർന്നാൽ, ഇപ്പോൾ ഇവിടെയും മഴ പെയ്യുന്നുണ്ട്, നില തുടർന്നാൽ വീണ്ടും കുറേ ആളുകളെ കൂടി ക്യാമ്പിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ നല്ല ശ്രദ്ധ ക്യാമ്പിലേക്കുണ്ട്. രാത്രി തന്നെ ക്യാമ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. ഡോക്ടർമാർ എത്തി രോഗികളെയൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താ നേരം തുടരുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ശൈലി സർവേ മെമ്പർ CL ജോയ് ഉദ്ഘാടനം ചെയ്തു. ചുള്ളിപ്പറമ്പിൽ സരോജിനിയുടെ വസതിയിൽ വെച്ചാണ് ആദ്യ സർവേയുടെ ഉദ്ഘാടനം നടന്നത്. പൊതുജനങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യ വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സ്വീകരിക്കുന്ന സംവിധാനമാണ് ശൈലി. 3-ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നത്. ആശാപ്രവർത്തകരായ ഷീബ, ശൈലജ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ വഴി മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യം ഡിജിറ്റലാക്കി ചെയ്യാനും തുടർന്നുള്ള ചികിത്സയ്ക്ക് അത് ഉപയോഗമാക്കുന്ന രീതിയിൽ സമ്പൂർണ്ണമായ ആരോഗ്യ സർവേ നടത്തി ഈ ആപ്പിലൂടെ ഓരോരുത്തർക്കും സർക്കാരിൻ്റെ പരിപൂർണമായ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണിത്. അതിൻ്റെ ഫൈനൽ ഘട്ടം എന്ന രീതിയിൽ 3-ാം ഘട്ടം ഇന്ന് ഈ സർവേ നടക്കുകയാണ്. വയനാട്ടിലേക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി ഗുരുശ്രീ പബ്ലിക് സ്കൂൾ.
പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വയനാട്ടിൽ ദുഃഖമനുഭവിക്കുന്നവർക്ക് ആവശ്യ വസ്തുക്കൾ ശേഖരിച്ചു. ശേഖരിച്ച വസ്തുക്കൾ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഗവൺമെന്റിന് വേണ്ടി സ്വീകരിച്ചു. SN മിഷൻ ചെയർമാൻ ED ദിവാകരൻ, SN മിഷൻ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ദീപക് സത്യപാലൻ, വൈസ് ചെയർമാൻ ES രാജൻ, ട്രഷറർ KK സിദ്ധാർത്ഥൻ, യതീന്ദ്രദാസ് PB, പ്രിൻസിപ്പൽ KG ഷൈനി, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ തുടങ്ങിയവർ ഈ കാരുണ്യ പരിപാടിക്ക് നേതൃത്വം നൽകി. നാട്ടിക ഫർക്ക പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റിപ്പയറിംഗ് ദുഷ്കരമായ സാഹചര്യത്തിൽ ഇടപെട്ട് MLA A ടൈസൺ മാസ്റ്റർ. എടത്തിരുത്തി ഏറക്കലിൽ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി കയ്പമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഏകദേശം 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഇതോടെ നിശ്ചലമായത്. ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് എടത്തിരുത്തിയിലെ ഏറാക്കൽ എന്ന പ്രദേശം. പ്രതികൂല കാലാവസ്ഥയിൽ കുഴിയെടുത്ത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടിയതിനാലും മണ്ണിടിച്ചിൽ ഭീതി ഉള്ളതിനാലും പൊട്ടിയ പൈപ്പ് റിപ്പയർ ചെയ്തു കുടിവെള്ളം പുനരാവിഷ്കരിക്കാൻ സമയമെടുക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഇരിഞ്ഞാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഏത് സാഹചര്യമുണ്ടായാലും കുടിവെള്ള വിതരണം പുനരാവിഷ്കരിക്കാൻ സമയമെടുക്കരുത് എന്നും എല്ലാവിധ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കുടിവെള്ള വിതരണം പുനരാവിഷ്കരിക്കണമെന്നും ET ടൈസൺ മാസ്റ്റർ MLA ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി മോട്ടോർ ഉപയോഗിച്ച് പമ്പിംഗ് ചെയ്ത് കുടിവെള്ളം പുനരാവിഷ്കരിക്കാനുള്ള അതീവ പരിശ്രമത്തിലാണ് വാട്ടർ അതോറിറ്റി. ഇരിഞ്ഞാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി പോൾ, നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ്, AE സുധീർ, മതിലക അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ മോസസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള പുനരാവിഷ്കാരത്തിനുള്ള പരിശ്രമം ഊർജിതമായി നടക്കുന്നത്. പ്രസ്തുത സ്ഥലം ET ടൈസൺ മാസ്റ്റർ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, വാർഡ് മെമ്പർ സുധീർ എന്നിവർ സന്ദർശിച്ചു. വയനാടിനൊരു കൈത്താങ്ങ് കളക്ഷൻ സെന്റർ ആരംഭിച്ച് പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകുന്നതിനായി ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി പെരിങ്ങോട്ടൂർ ചെമ്മാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കളക്ഷൻ സെന്റർ ആരംഭിച്ചു. നെഹ്റു സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തുറയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഗുണസിംഗ്, CT ജോസ്, കൾച്ചറൽ ഫോറം ഭാരവാഹികളായ രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മങ്കണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. നാരായണൻ കാരയിൽ, റിജു കണക്കന്ത്ര, ഡെയ്സി പോൾ, വില്ലി പട്ടത്തനം എന്നിവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 1 മുതൽ 15 വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 8 വരെയാണ് ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി 9497654014 9744963727 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. വയനാടിൻ്റെ ആവശ്യങ്ങൾക്ക്, അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അവർക്കൊരു തുണയായി നിൽക്കാൻ നെഹ്റു കൾച്ചറൽ ഫോറം തയ്യാറായത് തന്നെ ഏറ്റവും മഹനീയമായ ഒരു സംരംഭമാണ്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. ചാകര പ്രതീക്ഷയിൽ മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. ബുധൻ അർദ്ധരാത്രിയോടെ കടലിൽ ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുകൾ നീക്കി. ഇതിനിടെ മോശം കാലാവസ്ഥ മേഖലയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. 4-ാം തീയതി വരെ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുണ്ട്. ട്രോളിംഗ് സമയത്ത് ബോട്ട് അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങളാണ് ബോട്ടുടമകൾ ചെലവഴിച്ചത്. പലരും കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് പണികൾ തീർത്തത്. നിരോധനത്തിനു ശേഷം ലഭിക്കുന്ന ചാകരയിലാണ് പ്രതീക്ഷ. കാലാവസ്ഥ കരിഞ്ഞാൽ മത്സ്യലഭ്യത വർദ്ധിക്കുമെന്നാണ് ബോട്ടുടമകൾ കരുതുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 2 അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. സാംസ്കാരിക നഗരിയിൽ നിന്നും വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങ്. തൃശൂരിലെ 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു.
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയോട്ടും നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.